ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗിരീഷ് കുമാർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ വെട്ടിക്കോട്ട് ആദിമൂലം നാഗരാജ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ്. ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുനലൂർ പാതയിൽ കറ്റാനത്തിനടുത്ത് ചെയ്യപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് വെട്ടിക്കോട്ട് ആദിമൂലം നാഗരാജ ക്ഷേത്രം. കേരളത്തിലെ തന്നെ ആദ്യത്തെ നാഗരാജ ക്ഷേത്രമാണ് ഈ വെട്ടിക്കോട്ട് ആദിമൂലം നാഗരാജ ക്ഷേത്രം. കന്നിമാസത്തിലെ ആയില്യം നാളിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നത്. അന്ന് നമുക്ക് വളരെ വലിയ ജനസഞ്ചയം നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇന്ന് ഞങ്ങൾ പോയ സമയത്ത് ജനങ്ങൾ വളരെ കുറവായത്. കാരണം ആയില്യം കഴിഞ്ഞിട്ടുള്ള 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ പോകുന്നത്. കാരണം ആ ദിവസമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും എത്തിച്ചേരാൻ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അമ്മാതിരിയുള്ള ജനത്തിരക്കുള്ളൊരു മേഖലയാണ്. ഇത് ട്രസ്റ്റിൻ്റെ കീഴിലാണ് ക്ഷേത്രം സ്ഥിതിപ്പെടുന്നത്. അല്ലെ, ആ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ വീടുകളൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം 6 ഏക്കറോളം ഉള്ളൊരു പ്രദേശത്താണ് സ്ഥിതിപ്പെടുന്നത്. 6 ഏക്കറുണ്ട്. വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെ ആയിട്ട് ഇടതൂർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ വെട്ടിക്കോട്ട് ആദിമൂലം നാഗരാജ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ. അപ്പോൾ ഈ വെട്ടിക്കോട്ട് എന്ന പേര് വരാൻ കാരണം ഇവിടെ അനന്തനാഗനെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അനന്തനാഗനെ പ്രതിഷ്ഠിച്ചത് പരശുരാമൻ മണ്ണ് വെട്ടിക്കൂട്ടി അവിടെ അനന്തനാഗനെ അല്ലെങ്കിൽ ആദിശേഷനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം എന്ന പേര് വന്നത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ നാഗരാജ ക്ഷേത്രമായതുകൊണ്ട് ഇതിനെ ആദിമൂലം വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രമെന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കൂടാതെ അഷ്ടനാഗങ്ങളെയും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് വിശ്വാസികൾ പറയപ്പെടുന്നത്. എന്തായാലും വളരെ വലിയൊരു ജനസഞ്ചയമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ കൂടെ തന്നെ തേവാരപ്പുരയും നിലവറയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത തേവാരപ്പുരയും നിലവറയും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ അവിടെയും ആൾക്കാർ പോയി കാണാറുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വരുന്നൊരു ക്ഷേത്രം കൂടിയാണ് ഈ വെട്ടിക്കോട്ട്. ആയില്യം നാളിലൊക്കെ ഒരുപാട് സെലിബ്രിറ്റിയും അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ വന്ന് പോകുന്ന ഒരു വലിയ ക്ഷേത്രമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. ദൂരെ നിന്നും, അതായത് വടക്കൻ ജില്ലകളിൽ നിന്നുമൊക്കെ ഉള്ള ആളുകളൊക്കെ ഈ ക്ഷേത്രം തിരക്കി പിടിച്ച് വന്ന് ഇവിടെ നിന്ന് തൊഴുത് പോകുന്ന കാഴ്ചകളും നമ്മൾ ദിനം പ്രതി കാണാറുണ്ട്. പിന്നെ ഈ ഒരു നാടിൻ്റെ ഒരു കാവലാളായിട്ടാണ്, അതായത് ആ പള്ളിക്കൽ വെട്ടിക്കോട്ട് പ്രദേശത്തിൻ്റെ കാവലാളായിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ നാഗരാജാവിനെ കാണപ്പെടുന്നതാണ് വിശ്വാസികൾ പറയുന്നത്. ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പരമശിവനോടൊപ്പം അഷ്ടനാഗങ്ങളെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ വിശ്വാസധാരയിൽ അത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വലിയ ആരാധനാ രീതികളും പുള്ളുവൻ പാട്ടുകളും അതേപോലെ തന്നെ അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ആചാരങ്ങളും, അതായത് നമുക്കിപ്പം കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട നാഗരാജ ക്ഷേത്രങ്ങളൊന്നായിട്ടുള്ള പിന്നെ ഈ വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രമൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പം ഇതിന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെട്ടിക്കോട്ട് ദിവസം, അതായത് നമ്മുടെ കന്നിമാസത്തിലെ ആയില്യം നാളിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ, അന്ന് ദീപാരാധനയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ്. രാവിലെ തൊട്ടേ ഇവിടുത്തെ പരിപാടികൾ തുടങ്ങുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് രീതിയിലുള്ള ആരാധനാ രീതികളും ഒക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കുവാനും നമുക്ക് ഒരുപാട് കാണാനുള്ളൊരു പ്രദേശമാണ്. ആരാധന എന്നതിലുപരി നമുക്ക് ഒരുപാട് കാണാൻ ഒരു തണുത്ത കാലാവസ്ഥയാണ്. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത തണുപ്പ് ഫീൽ ചെയ്യും. കാരണം ഈ 6 ഏക്കറിൽ വലിയ രീതിയിലുള്ള വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെ കൊണ്ട് സമ്പന്നമായതുകൊണ്ട് തന്നെ എത്ര ചൂടായിട്ടാണ്, മനസ്സിനും ശരീരത്തിൽ നല്ല ചൂടായിട്ടാണ് നമ്മൾ അങ്ങോട്ട് വരുന്നെങ്കിലും അവിടെ കയറുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരമൊക്കെ നല്ല തണുപ്പ്, നല്ല ശീതളിമയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എൻ്റെ മോളൊക്കെ ഡാൻസ് ചെയ്യുകയാണ് അതൊക്കെ കണ്ടിട്ട്. പിന്നെ ഈ ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആയില്യം നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു കാർഷിക വിപണന മേളയുണ്ട്. അത് കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, അല്ലാതുള്ള പൊരിയും അത് കണക്ക് ബജിയും കുപ്പിവളകളും ചാന്തും കൺമഷിയും തോർത്തും പൊരിയും അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഈ സ്ഥലം ലേലം പിടിച്ച് ആണ് ഈ സ്ഥലം എടുത്തിട്ട് അവിടെ കച്ചവടം ചെയ്ത് വലിയ രീതിയിലുള്ള കച്ചവടമാണ് നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ് ഇവിടുത്തെ കച്ചവടത്തിൻ്റെ ഒരു സാധ്യത. ഞാൻ ഏറെക്കുറെയൊക്കെ അതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാനത് ഷൂട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കണം. അപ്പം വളരെ വിശാലമായ ഒരു കാർഷിക, ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു രീതിയാണ്. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഈ വെട്ടിക്കോട്ട് ആയില്യത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഇവിടെ സാധനങ്ങൾ വരും, വിവിധ പ്രദേശത്തു നിന്നും കാർഷിക വിഭവങ്ങളും ബാക്കിയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ കച്ചവടത്തിന് കൊണ്ടുവരും. അപ്പോൾ അതിനുവേണ്ടി ആ ദിവസത്തിന് വേണ്ടി ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി മാത്രം കാത്തിരിക്കാറുണ്ടെന്നാണ് ഈ പഴമക്കാർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത്രയും ഫേമസ് അല്ല കച്ചവടങ്ങളൊക്കെ. എന്നിരുന്നാൽ പോലും
ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫെസ്റ്റ് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ വളരെ മനോഹരമായി തോന്നിയൊരു സ്റ്റാളാണ്. ഈ ചിരട്ട കൊണ്ടുണ്ടാക്കി കുറേ ഉൽപ്പന്നങ്ങൾ, നല്ല ക്രാഫ്റ്റ് വർക്കാണ്, കഥകളി രൂപവും അതുപോലെ നിലവിളക്കും ഒക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാളായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. പക്ഷേ ഭയങ്കര, ഞാൻ മേടിക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര വിലയാണ്, 1000 മേളിലാണ് എല്ലാത്തിൻ്റെയും വില. അപ്പോൾ അവരുടെ ആ മെനക്കേട് അതിനകത്തുണ്ടായതുകൊണ്ടായിരിക്കും അത്രയും വില കൂട്ടിയത്. പിന്നെയൊക്കെയുള്ള സാധാരണ കുറേ ഉൽപ്പന്നങ്ങൾ, നമുക്ക് ഡ്രസ്സുകളും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും കന്നിമാസത്തിലെ ആയില്യം നാളിൽ വന്നെത്തിച്ചേരുക.